ടി ജി നമസ്കാരം. ഈ ഇന്നിപ്പോൾ പാർലമെന്റിന്റെ സെഷൻ സമ്പൂർണ്ണമായിട്ട് 10 മണിക്കൂർ നീക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരായിട്ടുള്ള അവിശ്വാസ പ്രമേയത്തിനാണ്. ആ പ്രമേയം പാർലമെന്റിന്റെ അജണ്ടയിൽ നേരത്തെ ഉൾപ്പെടുത്തിയതാണ്. പക്ഷെ പ്രതിപക്ഷം കളിക്കുന്ന വേറൊരു കളി പ്രതിപക്ഷത്തിന്റെ ആവശ്യപ്രകാരം, നിരന്തരമായ ആവശ്യപ്രകാരമാണ് അത് ചാർട്ട് ചെയ്തത്. പക്ഷെ ഇന്നിപ്പോൾ പ്രതിപക്ഷം കളിക്കുന്ന കളി മിഡിൽ ഈസ്റ്റ് ഇഷ്യൂ വന്നതുകൊണ്ട്, യുദ്ധം വന്നതുകൊണ്ട് അത് ചർച്ച ചെയ്തിട്ട് മതി എന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെ കൊടുത്ത ഡിമാൻഡ് നോട്ടീസ് അനുസരിച്ച് വന്ന സംഗതിക്ക് ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ട് പാർലമെന്റിന്റെ നടപടികളെ തടസ്സപ്പെടുത്തുന്ന നീക്കം നടത്തുകയാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഒരു പ്രതിപക്ഷ രീതി ഉണ്ടല്ലോ, പാർലമെന്ററി മര്യാദകൾ പാലിക്കാനും പാർലമെന്റിന്റെ നടത്തിപ്പ് സ്മൂത്തായി നടത്താനും ഇവർ എതിരായി വിഘാതം സൃഷ്ടിക്കുന്നു. രണ്ടാമത്തെ കാര്യം, സ്പീക്കർക്ക് ഇപ്പൊ സഭയിൽ പങ്കെടുക്കാൻ പാടില്ല അത്രേ. ഒരു അവിശ്വാസ പ്രമേയം വന്നു കഴിഞ്ഞാൽ, നോട്ടീസ് വന്നാൽ അതിന്മേൽ തീർപ്പാകുന്നത് വരെ സഭയിൽ ഓം ബിർളയ്ക്ക് പങ്കെടുക്കാനും വയ്യ. രണ്ട് തരത്തിലാണ് ഇവർ സഭയെ സ്തംഭിപ്പിക്കുന്നത്. എന്താണ് ഇതിന്റെ നിയമപരവും ജനാധിപത്യപരവുമായ ഒരു കാഴ്ചപ്പാട്? എന്താണ് സാറേ, ഇപ്പൊ ലോക്സഭയിൽ നിയമവും ഇല്ല, ജനാധിപത്യവും ഇല്ല. നിയമപരമായിട്ടാണെങ്കിൽ ഓം ബിർള മാറി നിൽക്കേണ്ട ഒരു കാര്യമില്ല. ഇല്ല, അദ്ദേഹത്തിനെതിരായ അവിശ്വാസം നടക്കുമ്പോഴും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ തന്നെ നടക്കും. ഇത് നമ്മളുടെ ധാർമ്മികമായിട്ടാണോ മാറിയിരിക്കുന്നത്? അധാർമികമായിട്ടാണ് മാറിയിരിക്കുന്നത്. ഈ GV മൗലങ്കർ, അദ്ദേഹം ആദ്യത്തെയോ രണ്ടാമത്തെയോ സ്പീക്കറായിരുന്നു, കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ അവിശ്വാസ പ്രമേയം വന്നിരുന്നു. അദ്ദേഹം മാറി നിന്നൊന്നുമില്ല. അദ്ദേഹം ബോൾഡായിട്ട് ഫേസ് ചെയ്തു. അദ്ദേഹം ഇത്രേ പറഞ്ഞുള്ളൂ: ഈ അവിശ്വാസ പ്രമേയം പാസ്സാക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ രാജിവെക്കും. ഒരേ ഒരു കാര്യമാണ്, എൻ്റെ ഇതുവരെയുള്ള റൂളിങ്സ് എടുക്കുക. ആ റൂളിങ്സിൽ ഏതെങ്കിലും ഒരു കക്ഷിയെ ഞാൻ ഫേവർ ചെയ്തതായിട്ട് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാമെങ്കിൽ ഈ തർക്കവും വാദവും ഒന്നും വേണ്ട, ഞാൻ ഇപ്പം തന്നെ രാജിവെച്ച് മാറിത്തരാം. ഒരെണ്ണം കാണിച്ചാൽ മതി, ഒന്നിലധികം കാണിക്കണ്ട. ആർക്കും ഒന്നും പറയാനില്ല. മൗലങ്കറിൻ്റെ ഒരു റൂളിങ്ങിലും ഒരു പക്ഷപാതവും ആർക്കും കാണിക്കാനില്ല. അപ്പം മൗലങ്കർ പറഞ്ഞു, വെറുതെ ബഹളം വയ്ക്കാനുള്ള ഏർപ്പാടാണ്, അതിനെനിക്ക് കൂട്ടു നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ട്, ഞാൻ ഒഴിഞ്ഞു തരാൻ തയ്യാറാണ്. നിങ്ങൾ ചർച്ച ചെയ്ത് പ്രമേയം വോട്ടിനിട്ട് ഈ കഷ്ടപ്പാടൊന്നും വേണ്ട, ഞാൻ ഒഴിയാൻ തയ്യാറാണ്. ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. അങ്ങനെ ആദ്യത്തെ അവിശ്വാസം, അതായിരുന്നു ആദ്യത്തെ സ്പീക്കർക്കെതിരായ അവിശ്വാസം. രണ്ടാമത്തെ സ്പീക്കറായിരുന്നു. പിന്നീട് പലതവണ ഇത് വന്നിട്ടുണ്ട്. ഇത് നെഹ്റുവിന്റെ കാലത്താ? അതെ. അപ്പോൾ പിന്നീട് പലതവണ ഇത് വന്നിട്ടുണ്ട്, പല സ്പീക്കർമാർക്കെതിരെ വന്നിട്ടുണ്ട്. അതൊക്കെ ഭരണകക്ഷിക്ക് ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് തന്നെ പ്രതിപക്ഷം ഇത് ഇട്ടുകളയും. ഇപ്പോൾ പ്രതിപക്ഷം ചെയ്യുന്നത് എന്താ? ഓം ബിർളയുടെ കാര്യത്തിലും അവർ തോറ്റുപോകുമെന്ന് അവർക്കറിയാം. ഭരണകക്ഷിക്ക് ഭൂരിപക്ഷം ഉണ്ടല്ലോ, അദ്ദേഹത്തിനെതിരെ അവിശ്വാസം പാസ്സാവില്ല. അപ്പം പിന്നെ ചെയ്യാവുന്നത് എന്താ? ഇത് ചർച്ച ചെയ്യാതെ തള്ളിക്കൊണ്ട് പോകുക. ഓം ബിർള ഒരു മോറൽ പൊസിഷൻ എടുത്ത് മാറി നിൽക്കുന്നതുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം നടന്നു കഴിഞ്ഞു, സ്പീക്കറെ മാറ്റി. സ്പീക്കർ മാറിയല്ലോ, പിന്നെ ചർച്ച നടത്താതെ ഇത് നീട്ടിക്കൊണ്ട് പോവുക. അപ്പോൾ ഓം ബിർളയ്ക്ക് കയറിയിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഓം ബിർള, ഞാൻ ഇതിങ്ങനെ കള്ളക്കളി കളിക്കുന്നതുകൊണ്ട് ഞാൻ സ്പീക്കർ സ്ഥാനത്തേക്ക് തിരിച്ചു വരികയാണെന്ന് പറഞ്ഞ് തിരിച്ചു വരണം. അപ്പോൾ അതുവരെ ഇതിങ്ങനെ ചർച്ച ധാർമ്മികതയെ മുതലെടുക്കുകയാണ്. അതെ, ഓം ബിർളയുടെ ചർച്ച നിയമപരമായിട്ട് യാതൊരു ആവശ്യമില്ല. ഇല്ല. ഓം ബിർളയുടെ ചർച്ച ലോക്സഭയിൽ നടക്കാൻ പ്രതിപക്ഷം സമ്മതിക്കില്ല. ഒന്നല്ലെങ്കിൽ വേറൊരു കാര്യം പറഞ്ഞാൽ ചർച്ച ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകും. ആ പ്രമേയം ചർച്ചയ്ക്ക് എടുക്കുകയില്ല. കാരണം അതിൽ വേറൊരു അപകടമുള്ളത്, ഓം ബിർളയുടെ ചർച്ച കഴിഞ്ഞു എന്ന് വയ്ക്കുക, അത് കഴിഞ്ഞാൽ അടുത്തത് വരാൻ പോകുന്നത് സബ്സ്റ്റാൻറ്റീവ് മോഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ. അദ്ദേഹം ലോക്സഭയിലെ പ്രശ്നങ്ങൾ, പിന്നെ അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങൾ, അതിലും വലിയ ആരോപണങ്ങൾ, ജവഹർലാൽ നെഹ്റുവിനെ പറ്റി MO മത്തായിയുടെ പുസ്തകം അത് ഇത് വെച്ചിട്ട് ഒരാൾ ഈ സബ്സ്റ്റാൻറ്റീവ് മോഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. സബ്സ്റ്റാൻറ്റീവ് മോഷൻ്റെ പ്രത്യേകത, അത് പാസ്സായി കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് ലോക്സഭയിലെ സ്ഥാനം നഷ്ടപ്പെടും. കുറെ കൂടി ഗുരുതരമാണ് ആ സാധനം. അപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. സബ്സ്റ്റാൻറ്റീവ് മോഷൻ സ്പീക്കർ അംഗീകരിച്ചതായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല, മോഷൻ അവതരിപ്പിച്ചതേ ഉള്ളൂ.
മോഷൻ സ്പീക്കർ അക്സെപ്റ്റ് ചെയ്യണം. അത് ചെയ്തിട്ടില്ല. പക്ഷേ ഏത് നിമിഷവും സ്പീക്കർക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരു സൈക്കോളജിക്കൽ കളിയാണ് ഇപ്പോൾ ലോക്സഭയിൽ നടക്കുന്നത്. ഇത് ഓം ബിർള നിൽക്കുന്നു. അത് കഴിഞ്ഞാൽ അടുത്ത നമ്പർ സബ്സ്റ്റാൻറ്റീവ് മോഷനാണ്. ദാറ്റ് ഈസ് രാഹുൽ ഗാന്ധി. അപ്പോൾ അത്രയും കടുപ്പപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് BJP പോകുമോ, അതൊരു ചോദ്യമാണ്. പക്ഷേ പോകണ്ട എന്നവർ തീരുമാനിക്കണമെങ്കിൽ ഓം ബിർളയുടെ കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. കുറച്ച് മയപ്പെടുത്തണം. ഇപ്പോൾ പ്രതിപക്ഷം പറയണമെന്ന് വെച്ചോ, 3 മാസമായി ഓം ബിർള പുറത്ത് നിൽക്കുന്നു, ഇതിൽ കൂടുതൽ ആ മനുഷ്യനെ ഞങ്ങൾക്ക് ദ്രോഹിക്കണമെന്നൊന്നുമില്ല, അദ്ദേഹം തിരിച്ചു വരട്ടെ, ഞങ്ങൾ ഈ അവിശ്വാസ പ്രമേയം പിൻവലിക്കുന്നു എന്ന് പ്രതിപക്ഷം. അവിശ്വാസ പ്രമേയം പിൻവലിക്കുന്നു. പിന്നെ ലോക്സഭയുടെ നല്ല നടത്തിപ്പിനും ഒക്കെ ആയിട്ട് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ഇങ്ങനെ ഈ സബ്സ്റ്റാൻറ്റീവ് പിൻവലിക്കുന്നു. ഒരു ധാരണയ്ക്കുള്ള പോക്കാണത്. ഒരു ധാരണയിലേക്കായിരിക്കും മിക്കവാറും പോകുന്നത്. അതുവരെ ഇതിങ്ങനെ കച്ചറ നടന്നുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും. ഇനി ധാരണയൊക്കെ ഉണ്ടായി ഇത് സെറ്റിൽ ചെയ്തെന്ന് വയ്ക്കുക, അപ്പോഴും ബഹളത്തിന് കുറവൊന്നും ഉണ്ടാവില്ല. ലോക്സഭ തുടങ്ങുന്നത് തന്നെ മുദ്രാവാക്യം വിളിയോടെ ആയിരിക്കും. അതെത്രയോ കാലമായിട്ട് അനുവർത്തിച്ചു വരുന്ന ഒരു ആചാരമാണ്. ഇപ്പം അത് ശബരിമല യുവതി പ്രവേശം പോലത്തെ ഒരു ആചാരമായിട്ടുണ്ട്. അലംഘ്യമായ ആചാരമാണ്. രാവിലെ മുതൽ മുദ്രാവാക്യം വിളിച്ച് ഇങ്ങനെ ഇറങ്ങിപ്പോവുകയാണ്. ഇതിപ്പോൾ തുടങ്ങിയതൊന്നുമല്ല. മൻമോഹൻ സിംഗിൻ്റെ കാലത്തും ഇതുണ്ട്, വാജ്പേയിയുടെ കാലത്തും ഇതുണ്ട്. ഇപ്പോൾ ഒരിക്കൽ നമ്മളുടെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അദ്ദേഹം ലോക്സഭാ അംഗമായിരുന്നില്ല കുറച്ചു കാലം, അദ്ദേഹം പറഞ്ഞു, രാവിലെ ഞാനവിടെ പോയി, ഭയങ്കര ബഹളം നടക്കുന്നു, എന്താണെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല. കുറേ നേരം കഴിഞ്ഞപ്പോൾ ലോക്സഭ പിരിഞ്ഞ് ഇദ്ദേഹം വീട്ടിൽ വന്നു. പിറ്റേ ദിവസം ഹിന്ദു പത്രം നോക്കിയപ്പോഴാണ് 110 ബില്ല് ഇന്നലെ പാസ്സായിട്ടുണ്ട്. 110 ബില്ല്. അപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നു, കുറേ നേരം ബഹളം, അത് കഴിഞ്ഞ് ഇറങ്ങിപ്പോന്നു. ഇതിനിടയ്ക്ക് എപ്പോഴും ഈ 110 ബില്ല് പാസ്സാക്കിയത്. അപ്പോൾ നോക്കിയപ്പോഴാണ് സ്പീക്കർക്കൊരു പ്രൊവിഷനുണ്ട്, ഗില്ലറ്റിൻ പ്രൊവിഷൻ എന്ന് പറയും. ഒരു ബില്ല് മന്ത്രി പ്രസൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ സ്പീക്കർക്ക് ഗില്ലറ്റിൻ അധികാരം ഉപയോഗിച്ച് ആ ബില്ല് പാസ്സായതായിട്ട് പ്രഖ്യാപിക്കാം. സഭയിൽ ആളുണ്ടായാലും വേണ്ട, വോട്ടിങ് വേണ്ട, ഒന്നും വേണ്ട. At any moment after the presentation of bill, Speaker has a special right to guillotine all other proceedings and declare that the bill is passed. ഇത് വെച്ചിട്ടാണ് 110 ബില്ല് ഈ ബഹളത്തിൻ്റെ നടുക്ക് പാസ്സാക്കിയിരിക്കുന്നത്. ആരെന്ത് പറയുന്നു എന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിന് മനസ്സിലായിട്ടില്ല. അദ്ദേഹം മനസ്സിലാക്കിയത് പിറ്റേ ദിവസത്തെ ഹിന്ദു പത്രത്തിൽ നിന്നാണ്. ഇതാണ് നമ്മുടെ സഭയുടെ നടത്തിപ്പ്. സെബാസ്റ്റ്യൻ പോൾ ലോക്സഭാംഗമായിട്ട് ഇപ്പോൾ എത്ര വർഷമായി ആലോചിച്ചു. അത് എത്രയോ കാലമായിട്ട് ഈ ചടങ്ങ് നടക്കുന്നു. ഈ സത്യത്തിൽ ഓം ബിർളക്കെതിരെയുള്ള ചാർജ് ഈ പറഞ്ഞ എന്താണ് സ്പീക്കർക്കെതിരെ കൊണ്ടുവരാവും, അവിശ്വാസം കൊണ്ടുവരാനുള്ള ഗ്രൗണ്ട് എന്താ? അപ്പോൾ ഈ പക്ഷപാതം കാണിച്ചു എന്നാണോ, അതോ? സാർ, വാസ്തവത്തിൽ അവരുടെ ഗ്രീവൻസ് അവരുടെ ആൾക്കാരെ പലതവണ സസ്പെൻഡ് ചെയ്തു. ഓം ബിർള സസ്പെൻഡ് ചെയ്ത് പുറത്ത് നിർത്തി. അപ്പോൾ ഇവനിട്ടൊരു പണി കൊടുക്കണമല്ലോ, നിങ്ങൾക്ക് കൊണ്ടുവരുന്നതാണ് അവിശ്വാസ പ്രമേയം. സഭയുടെ അച്ചടക്കം അത് ഇംപീച്ച്മെന്റും അല്ല. ഇംപീച്ച്മെന്റ് എന്നുള്ള വാക്ക് അതിൽ ഉപയോഗിക്കുന്നത് ശരിയല്ല. അവിശ്വാസ പ്രമേയമാണ്. ഇംപീച്ച്മെന്റ് ഉണ്ടോ ഇന്ത്യൻ? ഇല്ല, ഇംപീച്ച്മെന്റ് സ്പീക്കർക്ക് ഇംപീച്ച്മെന്റ് ഇല്ല. ഇംപീച്ച്മെന്റ് ജഡ്ജിമാർക്ക് അത്രയല്ലേ ഉള്ളൂ. പാർലമെന്റിനകത്ത് ഇല്ലല്ലോ. ഇല്ല. പാർലമെന്റിൽ തന്നെയാണ്. പക്ഷെ ഇംപീച്ച്മെന്റ് എന്നുള്ള വാക്ക് ജഡ്ജിമാർക്കെതിരെയാണ് ഉപയോഗിക്കുന്നത്. ഇംപീച്ച്മെന്റിന്റെ പ്രൊസീജിയറും വളരെ ഇലാബറേറ്റ് ആണ്. പെട്ടെന്നൊന്നും ഒരു ജഡ്ജിയെ ഇംപീച്ച് ചെയ്യാൻ പറ്റില്ല. അത് ജഡ്ജസ് ആക്ട് 1968 അതനുസരിച്ചുള്ള പ്രൊസീജിയേഴ്സാണ്. വളരെ നീണ്ട പ്രൊസീജിയറാണ്. അതാണ് ഈ യശ്വന്ത് വർമ്മയുടെ കേസിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. വീട്ടിൽ നോട്ട് കെട്ട് കത്തിയ നിലയിൽ കണ്ട ഇപ്പോഴും അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഒന്നും ചെയ്യില്ല, അയാൾ സുഖമായിട്ട് പെൻഷൻ വാങ്ങിച്ചു. ചുരുക്കത്തിൽ ഈ ഓം ബിർളയുടെ കേസിൽ ഇപ്പൊ TG പറഞ്ഞു വരുമ്പോൾ 2 അവിശ്വാസങ്ങൾ, ഒന്ന് പ്രതിപക്ഷത്തു നിന്നും ഒന്ന് ഭരണകക്ഷിയിൽ നിന്നും പരസ്പരം വന്നിട്ട് രണ്ടും ഇല്ലാതാക്കിയിട്ട് ഒരു അമിക്കബിൾ സൊല്യൂഷനിലേക്ക് എത്താനുള്ള തന്ത്രപരമായ ഒരു നീക്കമായിട്ട് വേണം ഇപ്പോൾ നമ്മൾ ഇതിനെ കാണാൻ. അതുകൊണ്ടായിരിക്കണം ഈ യുദ്ധം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചർച്ച നടത്താതെ കൊണ്ടുപോകുന്നത്. തൽക്കാലം ഓം ബിർളയെ കുറച്ചു കാലം മാറ്റി നിർത്തിയെന്ന് ഇവർക്കും പറയാം. അതായിരിക്കും സംഭവിക്കാൻ. ഈ സ്പീക്കർ കഴിഞ്ഞിട്ട്
സീനിയർ മോസ്റ്റ് ആള് ഇപ്പോൾ സ്പീക്കറായിരിക്കുന്നു. അദ്ദേഹത്തിന് പേരെന്താ, ഉത്തർപ്രദേശിൽ നിന്നുള്ള, എനിക്ക് പേര് പെട്ടെന്ന് വരുന്നില്ല. ഈ മനുഷ്യൻ്റെ ചേംബറിൽ ഇവർ കൂടും ഓരോ ദിവസവും. അതിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുണ്ടാകും. അവർ കൂടിയിട്ട് തീരുമാനിക്കും അന്നത്തെ നാടകം എന്താണ്, അതിൻ്റെ സ്ക്രിപ്റ്റ്, അതിലെ കഥാപാത്രം തയ്യാറാക്കും രാവിലെ. അപ്പം ഞങ്ങളിങ്ങനെ ബഹളം വയ്ക്കും. അല്ല, നിങ്ങളുടെ ആ ഒരു 15 പേര് എപ്പോഴും മുദ്രാവാക്യം വിളിക്കും. അവരെ വിട്ടേക്കുക, തല പറഞ്ഞാൽ കേൾക്കില്ല, അവരെ ഒഴിച്ചേക്കുക. ബാക്കി നമ്മൾ ഞങ്ങൾ 5 പേര് നടുത്തളത്തിൽ ഇറങ്ങും. നിങ്ങളപ്പോൾ എന്ത് ചെയ്യും? 5 ഇറങ്ങുള്ളൂ, 5 കൂടുതൽ ഇറങ്ങരുത്, 5 കൂടുതൽ ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ കൂടുതൽ പേര് ഇല്ല, 5 ഇറങ്ങും. ഇങ്ങനെ പറഞ്ഞ് സാറേ ഈ നാടകം ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി തയ്യാറാക്കി അഭിനേതാക്കളെ തീരുമാനിച്ചിട്ടാണ് ഇവർ ലോക്സഭയിലേക്ക് വരുന്നത്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടുള്ള ഡ്രാമയാണ്. സർവ്വകക്ഷികളും അറിയും, ഭരണകക്ഷിയും ഭരണകക്ഷിക്കും പ്രതിപക്ഷിക്കും സ്പീക്കറിനും അറിയാം ഇതെവിടം വരെ പോകും. അതുകൊണ്ടല്ലേ ഇവർ അക്ഷോഭ്യരായിട്ടിരിക്കുന്നത്. ഇത്രയും ക്ഷോഭിച്ചൊക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ആർപ്പ് വിളിക്കുകയും ഇപ്പം തട്ടിക്കളയുന്നൊക്കെയുള്ള ഭാഗത്തിൽ നിന്നിട്ടും സ്പീക്കർ ശാന്തനായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പുള്ളിക്കറിയാം ഇത് ശരി, ഇത് നമ്മളെ സ്ക്രിപ്റ്റ് അനുസരിച്ച് തന്നെയാണ് പോകുന്നത്. സ്ക്രിപ്റ്റ് തെറ്റിച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം അസ്വസ്ഥനാകും. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. സ്ക്രിപ്റ്റ് സാധാരണ ആരും തെറ്റിക്കാറില്ല, വല്ലപ്പോഴും തെറ്റിക്കുന്നത് രാഹുൽ ഗാന്ധി. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയോട് ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും കയ്പുണ്ട്. കാരണം സ്ക്രിപ്റ്റ് തെറ്റിക്കുന്നു. നമ്മൾ ഒരു നാടകം നമ്മൾ സെറ്റ് ചെയ്ത് പിന്നെ അതിനകത്ത് ഒരാൾ സ്വതന്ത്രമായിട്ട് അഭിനയിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് ശരിയായിടരുത്. കാരണം ബാക്കിയുള്ളവർക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതെയാകും. ശരിയാ. ഈ അറേഞ്ച്ഡ് ഡ്രാമയാണ് ഈ നടക്കുന്നത്. അതാണ് ഇതിൻ്റെ സങ്കടകരമായ അവസ്ഥ. അതാണ്. ഏതായാലും ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഈ നാടകം സത്യത്തിൽ ജനപ്രതിനിധികൾക്ക് മുഴുവൻ അറിയാവുന്ന ഒരു നാടകം. ആ നാടകമാണ് ഇപ്പോഴും പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നാളെയും ഇത് തന്നെ നടക്കും. ഈ നാടകം കാണാൻ ജനങ്ങൾ വേഷം കെട്ടി വന്നിരിക്കുക, അല്ലാതെ ജനാധിപത്യത്തിൽ മറ്റു വഴിയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.